ഗൈസ് അപ്പം ഇന്ന് സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് തിരക്കിലാണ് എല്ലാവരും. സ്കൂളിൽ പോയില്ല, അന്ന് ലച്ചു സൗണ്ട് ഇന്ന് നല്ല ഉറക്കത്തിലാണ്. ലച്ചൂസ് നല്ല ഉറക്കത്തിലാണ്. അമ്മച്ചി ചോറുണ്ടോ? സ്പെഷ്യൽ പത്തിരിയൻ മുട്ടക്കറി. ഉള്ളി മുറിച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഉള്ളി മുറിക്കണതിന് ഞാനാണ് പെർഫെക്റ്റ്. അത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കണതിന്. പിന്നെ എൻ്റെ അമ്മ ഇങ്ങോട്ട് വാ, കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് എൻ്റെ അമ്മയുടെ മുട്ട വേവിച്ച് കോലം. സാധാരണ എന്ത് നല്ല കാര്യം ചെയ്താലും കണ്ടുപിടിക്കില്ല. ഇങ്ങനെയുള്ളത് എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ എക്സ്പേർട്ടായ ഒരു വ്യക്തിയാണ് നമ്മുടെ ശിവാനി കൃഷ്ണ. അപ്പോൾ നമുക്ക് ഈ തക്കാളി കൂടി മുറിക്കാം. തക്കാളി കൂടി പൊടിച്ചാൽ കഴിയും. പിന്നെ ഇഞ്ചി കൊടുത്തത് വേസ്റ്റ് വേണം. പിന്നെ അത് ഇപ്പോൾ കടയിൽ കിട്ടുന്നുണ്ട്, പിന്നെ അതിൻ്റെ പണിയില്ല. സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ പരിപാടിയൊന്നും പറ്റില്ല. കാരണം നല്ല തിരക്കിട്ട സമയങ്ങളിൽ ഇത് കുറച്ചധികം സമയമുണ്ട് ഈ പത്തിരിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ സ്കൂളില്ലെങ്കിൽ നമുക്ക് നല്ല സമാധാനത്തോടെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് സ്കൂളില്ല, അതുകൊണ്ടാണ് ഈ പണിക്ക് തന്നത്. പിന്നെ ഒരടുപ്പിൽ നമുക്ക് ചൂടുവെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പിന് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതാണ് ചൂടുവെള്ളം. അപ്പോൾ എൻ്റെ ഉള്ളിയെല്ലാം എൻ്റെ അമ്മ ഇട്ട് കഴിഞ്ഞു. അപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ നമ്മുടെ പത്തിരി ഒന്നിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മുട്ടക്കറിയും അതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് 10 മണിയാകുമ്പോഴത്തേനും നമ്മുടെ പണിയൊക്കെ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. എന്താ പറയാനുള്ളൂ? മുട്ടക്കറി നമുക്ക് ഏകദേശം നമ്മുടെ തക്കാളിയും ഉള്ളിയും ജിഞ്ചർ ഗാർലിക്കും ഒക്കെ ഇട്ട് നമ്മുടെ ഇപ്പം പത്തിരി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നല്ല ഷേപ്പുള്ള പത്തിരി, ഷേപ്പില്ലാത്ത പത്തിരി, അങ്ങനെ വ്യത്യസ്തപരമായിട്ടെല്ലാം ഉണ്ട്. അങ്ങനെ പത്തിരിയും അതുപോലെ മുട്ടക്കറിയും ഇതാ റെഡി ആയിരിക്കണം.